വയനാട്ടിലെ മുത്തങ്ങയിൽ നിരോധിത പാൻ മസാല വേട്ട. 3.5 ടണ്ണോളം വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് വിഭാഗം പിടികൂടിയത്. പഞ്ചസാര ലോറിയിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം. സംഭവത്തിൽ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി കാളി മുത്തുകുമാർ അറസ്റ്റിലായി. വിവരങ്ങളുമായി ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, ഇത് എവിടെ നിന്നാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്? എക്സൈസിൽ എന്തെങ്കിലും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? ടോം, മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാൻ മസാലകളോ അല്ലെങ്കിൽ മയക്കുമരുന്ന്, കുഴൽപ്പണം തുടങ്ങിയൊക്കെ ഈ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി കടത്തുന്നത് ഒരു തുടർക്കഥയായി തന്നെ പോവുകയാണ്. കാരണം പല സമയത്തും ഇത്തരത്തിലുള്ള പാൻ മസാലകളൊക്കെ ഇവിടെ പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും വീണ്ടും അത് തുറന്നുകൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാനുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയാണ് ഏതാണ്ട് 8 മണിയോടെ പഞ്ചസാര ലോറിയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 3.5 ടണ്ണോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് അധികൃതർ പിടികൂടിയത്. സംഭവത്തിൽ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി കാളിമുത്തുകുമാർ പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി രഹസ്യവിവരത്തെ തുടർന്നാണ് ഈ ഒരു വാഹന പരിശോധന നടത്തിയത്. കർണാടകയിൽ നിന്ന് വരികയായിരുന്ന ലോറിയിൽ നിന്നാണ് പഞ്ചസാര ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച ഏതാണ്ട് 3481 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ എസ് മഹേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പരിശോധന നടത്തിയത്. എന്തായാലും ഈ വാഹനത്തിൽ നിന്ന് ഏതാണ്ട് 3481 കിലോഗ്രാം വരുന്ന ഹാൻസ് ആണ് പിടികൂടിയത്. ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു പ്രതിയെ പിടികൂടുകയും പോലീസിന് കൈമാറുകയും ചെയ്തത്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു വഴിക്ക് വരുന്ന അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ എവിടേക്കാണ്, ആർക്ക് വേണ്ടിയാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചതെന്ന് എന്തെങ്കിലും സൂചനകൾ ഈ പ്രതിയിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ ജയരാജ്? പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് ഇത്തരത്തിൽ വരുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് വേണ്ടി തന്നെയാണ് ഇത് കൂടുതലായിട്ട് എത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതൊരു പ്രത്യേക ദിവസങ്ങളിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾക്കിടയിലൊക്കെയാണ് ഇത്തരത്തിൽ വരല്. ഇതിനു മുന്നേ തന്നെ ഡിസംബർ 24-ന് ഏതാണ്ട് 4205ഓളം കിലോ വരുന്ന ഈ ഹാൻസും ഇതിനു മുമ്പ് പിടികൂടിയിരുന്നു. ഇപ്പൊ പ്രതിയെ എന്തായാലും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ പരിശോധനകളെ ഇങ്ങനെ പഞ്ചസാര വാഹനങ്ങളിൽ അല്ലെങ്കിൽ പച്ചക്കറി വാഹനങ്ങളിലൊക്കെയാണ് ഇത് കടത്തുന്നത്. ഒരു എളുപ്പ വഴിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ. ഒരുപക്ഷെ ഇത് പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി വ്യാപകമായ രീതിയിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ രീതിയിലുള്ള ലഹരി ഇടപാടുകൾ ലക്ഷ്യമിട്ടാണ് പാൻ മസാലകളും മറ്റ് മയക്കുമരുന്നുകളും കേരളത്തിലേക്ക് എത്തിക്കുന്നത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയുമാണ് ഈ ലഹരി മാഫിയ സംഘങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസും പോലീസും പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.